എല്ലാവർക്കും കൃപാസ് ഹോം ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബീഫ് കട്ട്ലേറ്റ് എൻ്റേതായ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് ഒരു വീഡിയോ ആണ്. ഇതിൽ ഞാൻ എൻ്റെ ടിപ്സും ട്രിക്സും കാണിക്കുന്നുണ്ട്. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കാണുക. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1/2 കിലോ ബീഫാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഇറച്ചി നമ്മൾ ഒരു 3/4 മണിക്കൂറെങ്കിലും കഴുകി വാരി വെള്ളം തോരാൻ വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ഇറച്ചി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല എങ്കിലും ഈ ഇറച്ചിയിൽ നിന്ന് വെള്ളം കണ്ടമാനം ഇറങ്ങി ഒത്തിരി നേരം നമ്മൾ പറ്റിക്കേണ്ട വരും. അതിനു പകരമായിട്ട് നമ്മൾ വെള്ളം നന്നായി വാർന്നതിന് ശേഷം വേണം ഉണ്ടാക്കാൻ. അപ്പം നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 5 പച്ചമുളകുണ്ട്, 2 കഷ്ണം ഇഞ്ചിയുണ്ട്, ഒരു 5 അല്ലി വെളുത്തുള്ളിയുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്ത ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പൊടിക്കാത്ത ഒരു മുഴുത്ത ഒരു കഷ്ണം കറുവാപ്പട്ട, ഒരു 2-3 ഏലക്കയുടെ തരി, 4-5 ഗ്രാമ്പു, തക്കോലം, ഒരു 3 അല്ലി ബേ ലീഫ്. നമുക്ക് ചുമ്മാതെ ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 അടപ്പ് വിനാഗിരി, 1 അടപ്പ് സോയാ സോസ്, ആവശ്യമായ ഉപ്പ്. ഇതിലേക്ക് ഞാൻ കുറച്ച് രമ്പയിലയാണ് ഇടുന്നത്. ഈ രമ്പയില നല്ല മണത്തിന് വേണ്ടിയാണ് ഇതിന് ചേർക്കുന്നത്. അമർത്തി തിരുമണം. ഒരു 4 വിസിൽ വരുന്നതിന് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ അത്ര തന്നെ 1/2 കിലോ ഉരുളക്കിഴങ്ങും കൂടെ എടുത്തിരിക്കുകയാണ്. ഈ ഉരുളക്കിഴങ്ങ് മുഴുത്ത ഉരുളക്കിഴങ്ങ് പതുക്കെ ഒന്ന് വട്ടം കണ്ടിച്ചിടാം. വേകാൻ വേണ്ടിയാണ്. 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് വേവിച്ചുകൊണ്ട് വരാം. അപ്പം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. എന്നാൽ ചെറിയ വെള്ളമുണ്ട്, ഒരു 2 മിനിറ്റ് വെച്ച് വേണമെങ്കിൽ ഒന്ന് പറ്റിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. 1/4 കിലോ സവോളയാണ്, 150 ഗ്രാം ഇഞ്ചി. അപ്പം ഇതിന്റെ കണക്ക് എങ്ങനെയാണെന്ന്, കട്ട്ലേറ്റിന് വേണ്ടി ശരിക്കും നമ്മൾ വേണ്ടത് 1 കിലോ ഇറച്ചിക്ക് 1 കിലോ ഉരുളനാണ് എടുക്കുന്നത്. 1 കിലോ ഉരുളൻ എടുക്കുമ്പം നമ്മൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീഫ് നന്നായി ഡ്രൈ ആക്കിയതിന് ശേഷം വേണം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടാനായിട്ട്. അപ്പോൾ നല്ല ഡ്രൈ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ 1 കിലോ ഉരുളക്കിഴങ്ങ് ഇടാൻ പറ്റത്തുള്ളൂ. ഉരുളക്കിഴങ്ങ്, 1/2 കിലോ സബോള, 1/4 കിലോ ഇഞ്ചി, 150 പച്ചമുളക്. അത് നിങ്ങൾക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇങ്ങനെയാണ് ഇതിന്റെ കണക്ക്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ഇറച്ചിയാണ്, 1/4 കിലോ സബോള, 125 ഗ്രാം ആദ്യം ഇട്ടതും കൂടെ കൂട്ടി 125 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് അതിലിട്ടിരുന്നു, ഇനിയും 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. അപ്പൊ ഇത് നന്നായി ചോപ്പ് ചെയ്തോണ്ട് വരാം. ഇത് ചോപ്പ് ചെയ്ത് ഒരു 10 വെളുത്തുള്ളിയും കൂടി ഇടുക കേട്ടോ. ഈ വെളുത്തുള്ളി നമ്മൾ ഈ ഉരുളക്കിഴങ്ങും ബീഫും ഒക്കെ ഗ്യാസ് ആണല്ലോ, അപ്പം ഗ്യാസ് വരാതിരിക്കാൻ കൂടിയാണ് ഞാൻ ഈ വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നത്. നന്നായിട്ട് ചൂടായി. ഒരു പ്രത്യേകമായിട്ടൊരു ടിപ്സാണ്, എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ഈ സബോളയും ഇഞ്ചിയും പച്ചമുളകും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കാവുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അടി പിടിക്കും. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇത് നന്നായി ചൂടായതിന് ശേഷം ഇടുക. അപ്പം ഞാൻ ആദ്യം വെളുത്തുള്ളി ഇട്ടു. ഇനി അതിലേക്ക് ചതച്ചു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ചൂടായിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം ഇതിട്ട് എണ്ണയുണ്ടെങ്കിലും വേഗം ഇതിട്ട് പിടിക്കും. പക്ഷെ ചൂടായതുകൊണ്ട് നമുക്ക് പിടുത്തം വളരെ കുറവായിരിക്കും. ഇത് ഒത്തിരി മുരിയൊന്നും വേണ്ട, എങ്കിലും
ഇതിന്റെ പച്ചപ്പൊന്ന് പോണം. ഇത് തീ കുറച്ചിട്ട് വേണം, പെട്ടെന്ന് തീ കൂട്ടിയിട്ട് വങ്ങിക്കളയരുത്. അപ്പം സബോള ഇട്ട് കൊടുക്കാം. ഞാൻ ഈ തീ കുറച്ചിട്ട് വേണം വരട്ടിയെടുക്കാൻ. നമുക്ക് കുറച്ച് കറി ലീഫ് ഇട്ട് കൊടുക്കാം. അതൊന്ന് പതുക്കെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. ഏതാണ്ട് മൂപ്പായിട്ടുണ്ട്. ഇത്രയും മൂത്താൽ മതി. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് നന്നായി ഉണങ്ങി വറ്റിയത് കൊണ്ട്, നന്നായി ഡ്രൈ ആയതുകൊണ്ട് നമ്മൾ ചോപ്പ് ചെയ്തപ്പോഴും നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ കിട്ടി. ഇത് ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ്. ഇതിൽ അല്പം വെള്ളം ഉണ്ടായിരുന്നു, ഒരു അര ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നു. അത് ഞാൻ ഊറ്റി. ഇനി നമുക്ക് ഇതിലെ വെള്ളം വറ്റാൻ വേണ്ടി ഒരു 2 മിനിറ്റ് തീ കത്തിച്ച് അടുപ്പിലൊന്ന് വെക്കാം. അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിലുള്ള വെള്ളാംശം എല്ലാം പോയി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പം നമ്മുടെ കട്ട്ലേറ്റിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള കട്ട്ലേറ്റ് നമുക്ക് കിട്ടും. അതിനു വേണ്ടിയാണ് കേട്ടോ ഇരിക്കാതെ കിട്ടിയത്. കണ്ടോ, പിന്നെ നമ്മൾ തീ കുറച്ചു വെട്ടിയിരിക്കുന്നത്. നന്നായി ഡ്രൈ ആകണം. ഇതൊരു തരം പൊടി പോലെയാകും. അതാണ് നമ്മുടെ കണക്ക്. ഈ ഉരുളക്കിഴങ്ങ് എപ്പോഴും ഗ്രേറ്റ് ചെയ്തിടുവാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഉടച്ചിടുമ്പോൾ കട്ട പിടിച്ച പോലെ ചിലപ്പോൾ വരും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്താണ് ഇടുന്നത്. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് മൂക്കാനായിട്ട് ഇടുമ്പം കട്ട പിടിച്ചിരിക്കത്തില്ല. ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കട്ട പിടിക്കാതെ ഒന്ന് വരണ്ട് കിട്ടും. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പാളയംകുടം വാഴയുടെ വാഴച്ചുണ്ടാണ്. ഈ വാഴച്ചുണ്ട് ഞാൻ 2 എണ്ണം ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പം ഇത് ഞാൻ അരിഞ്ഞുകൊണ്ട് വന്നിട്ട് ബാക്കി പറയാം. മൂത്തൊന്ന് നോക്കാം. മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത് വാഴച്ചുണ്ട്, 2 വാഴച്ചുണ്ടാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഈ വാഴച്ചുണ്ട് തന്നെ വെച്ച് ഉണ്ടാക്കിയ കട്ട്ലേറ്റ് ഉണ്ടാക്കാറുണ്ട്. അതും എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. കാരണം നല്ല ടേസ്റ്റാണ്, ഗുണമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഈ ബീഫ് ഇല്ലാതെ, ഇറച്ചി കൂട്ടാത്തവർക്ക് ബീഫ് ഇല്ലാതെ ചുണ്ട് തന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാം. എൻ്റെ വീഡിയോയിലുണ്ട്, കയറി നോക്കിയാൽ കാണാം. ഇനി ഇതും നന്നായി വരളണം. നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, നിങ്ങളുടെ എരിവൊക്കെ നോക്കി വേണം കേട്ടോ. ഞാൻ ചിക്കൻ മസാലയാണ് കേട്ടോ, അതും 1 ടീസ്പൂൺ. ഒന്നേലൊന്നും പിടിക്കാതെ ഒട്ടാതെ നമുക്ക് വരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ വരണ്ട് കിട്ടിയെങ്കിലേ നമ്മൾ ഈ പറയുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് സൂട്ടാകത്തുള്ളൂ. അപ്പം നമുക്ക് ഇത് കുറേശ്ശെ ഈ ഉരുളക്കിഴങ്ങ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന കണ്ടോ. ഒന്ന് വരണ്ട് കഴിയുമ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് റെഡിയാവും. തീ കുറച്ചിടണേ. ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പൊ എരിവും ഒക്കെ നോക്കി നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒന്ന് ചൂടാറട്ടെ. ഉണ്ട നല്ല ബലത്തിൽ പിടിക്കണം. ഞാൻ ഒരു ഷേപ്പറുണ്ട്, ആ ഷേപ്പറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചുമ്മാ ഓവലായിട്ട് ഉണ്ടാക്കിയാലും മതി. നല്ല ടൈറ്റായിട്ട് വേണം ഇത് ചെയ്യാൻ. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഉണ്ടോ, ഈ ഷേപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. 2 മുട്ടയാണ് കേട്ടോ. നമുക്ക് 20 കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം മുട്ടയിൽ മുക്കിയതിനു ശേഷം ബ്രെഡ് ക്രംസിലാണ് ഇടുന്നത്. ഇങ്ങനെയൊന്ന് പതുക്കെ കുലുക്കും. നമ്മുടെ ഷേപ്പൊന്നും പോകാതെ നല്ല കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ അടച്ച് നമുക്ക് തന്നെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു രീതിയാട്ടോ. ഞാൻ സ്ഥിരം ഇങ്ങനെയാണ് ചെയ്യാറ്. ചെണ്ണ ആണ് ഞാൻ ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്, വറുക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളിത് വറുക്കാൻ എടുക്കുമ്പോൾ പതുക്കെ ഇങ്ങനെ പൊടി ഒക്കെ ഒന്ന് തട്ടിയിട്ട് വേണം ഇടാൻ, അല്ലേ നമ്മുടെ എണ്ണ വേഗം കരിഞ്ഞു പോകും.
അപ്പോൾ അത് എണ്ണയിലേക്ക് അധികം വരാതിരിക്കാൻ അങ്ങനെ ചെയ്യുന്നേട്ടോ. പിന്നെ ഇനി നമുക്ക് തീ കുറച്ചിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾ ഇത് അപ്പം തന്നെ മറിച്ചു കൊടുക്കാം. ഞാൻ വേറൊരു ടിപ്സും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചെയ്യണം. നമ്മൾ ഈ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പം നമുക്കത് എടുത്ത് ഫ്രീസറിൽ വെക്കണമല്ലോ. നമുക്ക് എത്ര ഒരു മാസമൊക്കെ നമുക്കിത് കേടാകാതെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഒരു ടിഷ്യൂ ഇതിനകത്ത് വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ അടുക്കി നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. അപ്പം ഇനി അതിൻ്റെ പുറത്ത് ഒരു ടിഷ്യൂവും കൂടി ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ലെയറുകളാക്കി ടിഷ്യൂ മേളിൽ വെച്ച് ഫുൾ വെച്ച് കൊടുക്കാം. ഇതെന്തിനാ ഇങ്ങനെ വെക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം ഒട്ടിപ്പിടിക്കില്ല. രണ്ടാമത് ഇതിൽ വരുന്ന വെള്ളാംശമൊക്കെ ഈ ടിഷ്യൂ വലിച്ചടച്ച് ഫ്രീസറിൽ വെക്കാം. ഇപ്പം കണ്ടോ, 2 വശവും ഒരുപോലെ തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കോരി ഇനി നമുക്ക് ഈ കട്ട്ലേറ്റിന് വേണ്ടി ഒരു സാലഡ് ഉണ്ടാക്കാം. തീരെ നൈസായിട്ട് അരിയണം. നമുക്ക് ഈ സാലഡിലേക്ക് അല്പം ഉപ്പ് വിതറി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സവോള അരിഞ്ഞിട്ട് ഒന്ന് വിനാഗിരി ഉപ്പും കൂടെ ഞരടിയിട്ട് നീളത്തിലരിഞ്ഞു, 2 പച്ചമുളകും അരിഞ്ഞു. ഇനി നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർക്കുക. ഇപ്പം എൻ്റെ അളവിന് ഈ ഉപ്പ് പാകമാണ്. അപ്പം നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ള, നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇതിൻ്റെ അകം. ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ സാലഡും വെച്ച് ഒരല്പം നാരങ്ങാനീര് കൂടെ പിഴിഞ്ഞിട്ട് ഇത് കഴിച്ചാൽ ഇത് ഭയങ്കര ടേസ്റ്റായിരിക്കും. ഞാൻ കഴിക്കുന്നില്ല, നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറന്നു പോകരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങളെല്ലാവരും എന്നെ കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.